ഹായ് ഓൾ, ദിസ് ഇസ് ഫ്രൈഡേ ഈവനിങ്. ഉച്ചയോർക്കം കഴിഞ്ഞ് ഞാനും കുക്കു എണീറ്റ് കേട്ടോ. സൺസെറ്റ് ഈ ഭാഗത്തായതുകൊണ്ട് ഇനി അവിടെ നിന്ന് നല്ല വെയിലടിക്കും. ആ വെയിൽ ഇവൻ്റെ ഉറക്കം കളയണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടെ ക്ലിപ്പിട്ടിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിയത്. ഞാനൊന്ന് മുഖം കഴുകി വന്നപ്പോഴത്തേക്ക് തൊട്ട് പുറകെ ആൾ എണീറ്റ് വന്നു. പിന്നെ അമ്മ കാച്ചി വെച്ചിരുന്ന അമൃതം എടുത്തു കൊടുത്തു. ഏത് കടയിൽ പോയാലും ഞാൻ ഒരു ലോഡ് ബട്ടർഫ്ലൈ ക്ലിപ്സും പിന്നെ ഇതുപോലുള്ള ബ്ലാക്ക് ബുഷസും മേടിക്കും. പക്ഷേ തലയിലിടാൻ നേരത്ത് ഒന്നുപോലും കാണത്തില്ല. അങ്ങനെ തിരക്കിക്കുഴഞ്ഞ് അവസാനം എനിക്ക് വോച്ചിരുന്നെടുത്തെന്ന് ഒരെണ്ണം കിട്ടി. ഇതെന്തോ കടിച്ചതാണ് കേട്ടോ. അവന് അവിടെ നല്ല വയലറ്റ് കളറിലൊരു പാട്. പറയുന്നത് കുക്കു കടിച്ചെന്നാണ്. കുക്കു കടിച്ചതല്ല, വേറെ എന്തോ കടിച്ചതാ. പണ്ട് കട്ട സ്പൈഡർമാൻ ഫാനായിരുന്ന കുക്കു സാറിൻ്റെ ഡ്രസ്സാണ്. ഇപ്പോൾ അത് കറക്റ്റ് ഇവന് പാകമായി. ഇന്നലെ അവനത് കണ്ടുപിടിക്കുകയും ചെയ്തു. പിന്നെ അതിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഫോണിൽ പറ. ബൈ. ഐ ലവ് യു പറഞ്ഞേ. കുക്കുവിൻ്റെ കൂടെ വെളിയിൽ കളിക്കാൻ പോകണമെന്നാണ് ആ പറഞ്ഞത്. തളിക്കാൻ പോകണമെന്ന് കാ വരത്തില്ലല്ലോ. കുക്കുവിന് കായുണ്ട്. കുക്കു സാർ എണീറ്റ പാടെ തന്നെ അമൃതം എങ്ങനെയൊക്കെയോ കുടിച്ചു തീർത്തിട്ട് മതിൽ ചാടി അപ്പുറത്ത് കളിക്കാൻ പോയി. ഇനി ഞാൻ എന്തൊക്കെ അടവ് നോക്കിയാലും ഇവൻ വീട്ടിലിരിക്കത്തില്ല. അവനും പോകണമെന്നും പറഞ്ഞ് ബഹളമായിരിക്കും. അങ്ങനെ കുക്കുവിനെ വിളിച്ച് മതിൽ വഴി ആ സാധനം ഞാനങ്ങ് പാഴ്സൽ ചെയ്തു. സേറമോളെയും ഉച്ചയ്ക്ക് പുറത്തിറക്കത്തില്ല. ഒരു 3:30-4 മണി പരുവത്തിനാണ് അവളുടെയും റിലീസ്. ആ ഒരു സമയത്തിന് ഇതുങ്ങളും അങ്ങ് എത്തും. പിന്നെ ഉച്ചയ്ക്ക് കഴുകിയ പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ചു. ഇന്ന് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഇവിടെ ബനാനയൊന്നും ഇരിപ്പില്ല. പിന്നെ ആലോചിച്ചപ്പോഴത്തേക്ക് ലില്ലിയംച്ചി കഴിഞ്ഞ ദിവസം ഒരു പച്ചക്കറിക്കാരൻ വന്നപ്പോഴത്തേക്ക് ഒരുപാട് സാധനങ്ങൾ മേടിച്ചിരുന്നു. അപ്പോൾ കുറേ സവാള കിട്ടി. എനിക്ക് തോന്നുന്നു 100 രൂപയ്ക്ക് എത്രാണ്ട് കിലോ അങ്ങനെയൊക്കെ പറഞ്ഞ് വരില്ലേ, അതായിരുന്നു സംഭവം. സവാള കുറച്ച് അധികം ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ അങ്ങോട്ട് ഉള്ളിവട ഉണ്ടാക്കാമെന്ന്. നിലു അമൃതം കുടിച്ച കുപ്പി ഒന്ന് കഴുകി അതിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ചു. ഈ അമൃതം സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ സോപ്പും ബ്രഷും ഒക്കെ ഇട്ട് കഴുകുമ്പോഴും അതിങ്ങ് വരണമെന്നില്ല. കുറച്ച് നേരം വെള്ളം ഒഴിച്ച് വെച്ചിരുന്നാൽ പിന്നീട് നമ്മൾ കഴുകുമ്പോൾ മൊത്തം ഇളകിപ്പോരും. അങ്ങനെ ഞാൻ 2 വലിയ സവാള എടുത്ത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. താറിട്ടാണ് ഇപ്പോൾ ഇത് വളർത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അകത്ത് മൊത്തം കറുപ്പ് കളറിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അങ്ങനെ 2 എണ്ണം തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകിയെടുത്തു. ഇനി നല്ല തിന്നായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം. നിങ്ങളിൽ പലരും ഇൻസ്റ്റാഗ്രാമിലും FBയിലും ഒക്കെ ഓരോ സാധനത്തിൻ്റെ ലിങ്ക് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും അയച്ചു തരാറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ കുറേയൊക്കെ മെസ്സേജ് റിക്വസ്റ്റിൽ വന്ന് കിടക്കും കേട്ടോ. ഞാൻ അതങ്ങനെ ആ ഒരു ഏരിയയിലോട്ട് ഞാൻ അധികം പോവാറില്ല. പ്രത്യേകിച്ച് അപ്പൂപ്പൻ്റെ വീഡിയോ ഇട്ടേ പിന്നെ ഒരുപാട് പേരും ഫേസ് കാണിക്കാത്ത എന്താണെന്നൊക്കെ പറഞ്ഞ് എന്നെ ചീത്ത പറയാനായിട്ടാണ് എനിക്ക് മെസ്സേജ് റിക്വസ്റ്റ് വരുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ആ ഏരിയ അങ്ങനെ ഓപ്പൺ ചെയ്യാറില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഈ കിച്ചണിൽ ഇപ്പോൾ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ സൈഡിൽ തന്നെ അത് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ കറക്റ്റായിട്ട് ആ പേജിലെത്തും. പ്രോഡക്റ്റ്സ് നോക്കി റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാനായിട്ടുള്ള ഉള്ളിയൊക്കെ ഞാൻ തിന്നായിട്ട് അരിഞ്ഞു വെച്ചു. അത് കുറച്ച് നേരം മുന്നേ ചെയ്യേണ്ട പരിപാടിയാണ് കേട്ടോ. അത് ഉപ്പിട്ട് ഇതുമാതിരി കുഴച്ച് വെക്കണം. അങ്ങനെ കുഴയ്ക്കുമ്പോൾ ഈ ഒണിയണിന് തന്നെ ഇതിൻ്റെ വെള്ളം ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് മാവ് കുഴയ്ക്കാൻ നേരം സെപ്പറേറ്റ് വെള്ളം ആഡ് ചെയ്യേണ്ട. പക്ഷേ ഇപ്പോൾ അത്രയും വെള്ളം വന്നിട്ടില്ല. ഞാൻ ഇപ്പോഴും തന്നെ കുഴച്ചെടുത്തതല്ലേ. പിന്നെ എൻ്റെ എത്ര ബലം ഉപയോഗിച്ചിട്ടും അത്രയ്ക്ക് അങ്ങോട്ട് അതിന് വെള്ളം ഊസ് ഔട്ട് ചെയ്ത് വന്നിട്ടില്ല. ഉപ്പിട്ടിട്ടാണ് സവാള ഞാൻ നല്ലപോലെ ഇടിച്ച് പിഴിഞ്ഞൊക്കെ എടുത്തത്. അതിലേക്ക് മൈദ മാവും ഇത്തിരി മുളക് പൊടിയും ഇത്തിരി കാശ്മീരി മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ ചേർക്കുന്നില്ല, പിള്ളേർ കഴിക്കാനുള്ളതായതുകൊണ്ട് എരിയും. നമ്മുടെ കയ്യിലാണെങ്കിൽ പച്ചമുളക് ഇല്ല താനും. മറ്റേ കാന്താരി മുളകിൻ്റെ ചെറിയ ഐറ്റമാണ് ഇരിക്കുന്നത്. നല്ല രീതിയിൽ എരിവായിരിക്കും. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെള്ളം അതിൽ കുറവായതുകൊണ്ട് ഒരു തുള്ളി വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് ഇതുപോലെ കട്ട്ലറ്റിൻ്റെ പരുവത്തിന് പരത്തി ചോപ്പിംഗ് ബോർഡിൽ തന്നെ ഞാനങ്ങ് അടുക്കി വെച്ചു. അപ്പോഴേക്കും എനിക്കൊരു ഫോൺ കോളും വന്നിട്ടുണ്ടായിരുന്നു. സൺഡേ നമുക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ട് കേട്ടോ. സ്കൂളിലെ ഒരു മിസ്സിൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ ഞാൻ അതിന് എനിക്ക് എന്തെങ്കിലും മേടിക്കണം, എന്നെ ലുലുവിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു ആലനോട്. ആ കോളാണ് എനിക്കിപ്പോൾ വന്നത്. റെഡിയായി നിൽക്കുക, നമുക്ക് 6 മണിയാകുമ്പോഴേക്ക് പോയിട്ട് വരാം. പിന്നെ കൊട്ടിയത്തോട്ട് പോകണ്ട, അവിടെ നല്ല ട്രാഫിക് ഉണ്ട്, പോകാൻ പറ്റത്തില്ലെന്നല്ല, ക്യാരം ബോർഡ് കളിക്കുന്ന സമയത്ത് തിരിച്ചെത്താൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. അപ്പോൾ പിന്നെ പള്ളിമുക്കിൽ ക്വിക്ക് സെയിൽ പോകാമെന്ന് പറഞ്ഞു. ഡാരലിൻ്റെയും ഡെല്ലയുടെയും ആദ്യ കുർബാനയ്ക്ക് ഒരു പ്രത്യേക ആവശ്യത്തിന് കുറച്ച് ഐസ് ക്യൂബ്സ് വാങ്ങിക്കാനായിട്ട് ഒരു തവണയും കണ്ട് ഞാൻ ക്വിക്ക് സെയിൽ പോയിട്ടുണ്ട്. പിന്നെ പോകാൻ പോണത് ഇപ്പോഴാണ്. പാൻ വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് എല്ലാം കൂടെ ഞാൻ പറക്കിയിട്ടു. 2-3 സെക്ഷനാക്കാൻ ഇനി നേരം ഇല്ലല്ലോ. ചായക്കുള്ള പാല് വെച്ചിട്ട് അതിൽ പഞ്ചസാരയും തേയിലയും ഇട്ടിട്ട് ഞാൻ ഓടിപ്പോയി ഡ്രസ്സ് ചെയ്തു. തിരിച്ചു വരുമ്പോൾ ഡ്രസ്സ് മാറ്റിയിട്ടില്ലെങ്കിൽ എനിക്കതിന് കിട്ടും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറ്റി. എന്നിട്ട് ഞാൻ പറഞ്ഞു ചായയൊക്കെ അത് അരിച്ചൊഴിച്ചു, ഇനി ഞാൻ റെഡി ആവട്ടെ എന്ന്. സൺസ്ക്രീൻ ഒന്നും ഇടണ്ടെങ്കിലും അത്യാവശ്യം മുഖമൊക്കെ കഴുകി ഇത്തിരി ഗ്ലൂ ഒക്കെ വരുത്തണമല്ലോ. അങ്ങനെ പിന്നെ ചായ അരിക്കുന്നതും ഒഴിച്ചെടുക്കുന്നതും പാത്രം കഴുകലും ഒക്കെ അലൻ അങ്ങ് ചെയ്തു. പിള്ളേരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 പേരും കളിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ. കഴിക്കാനായിട്ട് 2 പേരെയും വിളിച്ചു. പഴംപൊരി അല്ലാത്തത് കൊണ്ട് തന്നെ മുഖത്തൊരു പ്രസന്നതയില്ല. നിലൂന് വേണ്ടാന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക്
എനിക്ക് വേണ്ട, ഞാൻ കഴിക്കത്തില്ല എന്ന്. കുക്കു സാറ് കഴിക്കും എന്നല്ല, അവനും വേണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു 2 എണ്ണമെങ്കിലും കഴിക്കാതെ ഇനി പുറത്തോട്ട് വിടത്തില്ല എന്ന്. അങ്ങനെ നമ്മുടെ ഉള്ളിവട ദേ സെറ്റായി വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഉള്ളി ഇരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയേനെ. ഹൗസ് വാമിങ്ങിന് കൊടുക്കാനായിട്ടുള്ള ഗിഫ്റ്റ് മേടിക്കണം. നമുക്ക് നോൺ വെജ് ഒന്നുമില്ല, എന്തെങ്കിലും അങ്ങനെയും മേടിക്കണം. അപ്പം ഞാൻ ലുലു മനസ്സിൽ ഓർത്തപ്പോഴത്തേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കനൊക്കെ മേടിക്കാമെന്ന് ഓർത്തത്. ഇവിടെ അങ്ങനെ കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും പോയി നോക്കാം. ഐബ്രോ ഒക്കെ സെറ്റ് ചെയ്ത് ക്രീമൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഉള്ളിവട കഴിക്കാനിരുന്നത്. ലിപ്സ്റ്റിക് അത് കഴിഞ്ഞിട്ടായിട്ടത്, അല്ലെങ്കിൽ മൊത്തം വയറ്റിൻ്റെ അകത്ത് പോകത്തില്ലേ. ഉള്ളിവട കഴിച്ചു കഴിഞ്ഞപ്പോൾ 2 പേരെയും കൂടെ പറഞ്ഞ് ലില്ലിയമ്മച്ചിയുടെ അടുത്തേക്ക് വിട്ടിട്ടുണ്ട്. അമ്മച്ചി അവിടെ പറമ്പിൽ ഒരു ചെയർ വിട്ട് ഇരിപ്പുണ്ട്. ഇവരെല്ലാവരും കളിക്കുമ്പോഴത്തേക്ക് അമ്മച്ചിയുടെ ഒരു മേൽനോട്ടം അവിടെ ഉണ്ടാവും. അങ്ങനെ 2 പേരെയും പറഞ്ഞു വിട്ട് അമ്മച്ചീനെ ഞാൻ ഫോൺ വിളിച്ച് പറയുവാണ്, ഞാൻ കടയിലോട്ട് പോവാണമ്മ, കുറച്ച് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ, ഇങ്ങോട്ടേക്ക് വിടണ്ടാന്ന്. ഞാൻ ഉണ്ടെന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അമ്മച്ചി ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടും, വരണമെന്നും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ. നിലുവിനെ നോക്കാൻ ആളില്ലാണ്ട് ഇതിൻ്റെ നടുക്കാണെങ്കിൽ അവന് ഫുട്ബോളിൻ്റെ ഏറും കൊണ്ട് താഴെ വീഴാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. സൺസെറ്റ് ഇതേ അത്രയും വരെയായി, അവിടെ നിന്ന് ബാക്കിയെടുക്കാൻ നമുക്ക് നേരെ ഇല്ലല്ലോ. എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് റെഡി ആകുമ്പോഴാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിയർക്കുന്നത്. മിന്നൽ വലയൊക്കെ കേട്ട് ചില്ലൗട്ടായിട്ട് അങ്ങ് വേഗത്തിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ലെവൽ ക്രോസിൽ പെട്ടു. പിന്നെ അവിടുന്ന് നമ്മൾ ക്വിക്സ് എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഇരുട്ടി തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഉള്ള പല കടകൾക്ക് മുന്നിലും ഇതുപോലെ സ്കൂളിന് വേണ്ടിയിട്ട് അതായത് റീ ഓപ്പണിംഗ് മുന്നിൽ കണ്ടിട്ടുള്ള സ്പെഷ്യൽ ഔട്ട്ലെറ്റുകളുണ്ട്. സ്കൂളിൽ ബുക്സ് മേടിക്കാൻ വരുന്ന പേരൻസ് എല്ലാവരും പറയും കേട്ടോ, നോട്ട് ബുക്സ് വേണ്ടാന്ന്. കാര്യം എനിക്കിത് കണ്ടപ്പോഴല്ലേ മനസ്സിലായത്. ഇവിടെ 5 എടുത്താൽ 5 ഫ്രീ, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഹൗസ് വാമിങ്ങിന് കൊടുക്കാനായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഞാൻ എടുത്തു. പിന്നെ എനിക്ക് എവിടെ ചെന്നാലും ഈ കുപ്പിയും പാട്ടയും പറക്കലുള്ളതാണ്. എൻ്റെ തൃപ്തിക്ക് ഞാനും എടുത്തു 2 ബോട്ടിൽ. പിന്നെ ഞങ്ങൾ ചിക്കനും മേടിച്ചു. മാരിനേറ്റ് ചെയ്തത് ചിക്കൻ കാന്താരി എന്ന് പറഞ്ഞ എന്തോ ഒരു സംഭവം പച്ച നിറത്തിലിരുന്നു. എനിക്കത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് മാരിനേറ്റ് ചെയ്യാത്ത ഒരു ഫുൾ ചിക്കൻ മേടിച്ചിട്ട് ഞങ്ങളിങ്ങ് തിരിച്ചു പോരുന്നു. ക്യാരംസ് കളി തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ എത്താനുള്ള പെടാപ്പാടിലായിരുന്നു. എത്തിയപ്പോഴേക്ക് ഫസ്റ്റ് സെറ്റ് എങ്ങാണ്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ അടുക്കിപ്പറക്കി വെക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയേക്കുക എന്നൊക്കെ പറയുന്നത് ഇതാണ്. 1 കവറ് 2 കവറ്, അങ്ങനെ അവസാനം എൻ്റെ ക്ഷമ നശിച്ചിട്ട് ഞാൻ സിസേഴ്സ് എടുത്ത് എല്ലാ കവറും കൂടെ വെട്ടി അങ്ങ് കീറി. എന്നിട്ടും കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു റാപ്പും കൂടെ ഉണ്ട്. അതും കൂടെ ഇളക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം. അത്യാവശ്യം ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ട്. അകത്തുള്ള കുടലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷേ ഒരു ചെറിയ സ്മെല്ലുണ്ട്. നമ്മൾ ഈ കോഴിക്കടയിലൊക്കെ നിൽക്കുമ്പോൾ വരുന്ന സ്മെല്ലില്ലേ, അതുമാതിരി. വാഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാനതങ്ങ് വലിയ കഷ്ണങ്ങളാക്കി കേട്ടോ. പിന്നീട് വാഷ് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമല്ലേ, അല്ലെങ്കിൽ ഈ തുളയ്ക്കകത്തൊക്കെ കൈയിട്ട് ഞാൻ കഴുകിയെടുക്കണ്ടേ. ഇന്നിപ്പോൾ നൈറ്റ് ഡിന്നറിനായിട്ട് ഞാൻ ഒരു 2-3 പീസ് ഗ്രില്ല് ചെയ്ത് ചപ്പാത്തി ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ അവിടുന്ന് മയണൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എഗ്ലെസ്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയാൽ മയണൈസും സോസും ഗ്രില്ല് ചെയ്ത ചിക്കനും മാത്രം മതിയല്ലോ. ഇനിയിപ്പോൾ ഡിന്നറിനായിട്ട് ഞാൻ ഒരുപാട് പണിപ്പെടേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഇതേ വലിയ പീസസൊക്കെ ആക്കി. ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ക്യാപ്സിക്കവും മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അതുകൊണ്ട് മീറ്റ് നല്ല ഫ്ലഷി ആയിട്ടുള്ള ഒരു 2 വലിയ സ്ലൈസ് ഞാൻ അങ്ങനെ അങ്ങ് മുറിച്ച് മാറ്റി ചില്ലി ചിക്കൻ ചെയ്യാനായിട്ട്. സൺഡേ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആക്കാമെന്ന് കരുതിയിട്ട്. ചില്ലി ചിക്കനായിട്ട് ആ 2 വലിയ പീസ് മാറ്റി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഗ്രില്ല് ചെയ്യാനായിട്ട് നമ്മൾ അൽഫാമൊക്കെ കിട്ടത്തില്ലേ, അതുമാതിരത്തെ പീസ് 2 എണ്ണം, 2 അല്ല 3 എണ്ണം ഞാൻ അങ്ങനെ മാറ്റി. നാളെ കുക്കുന് കോച്ചിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ ഇന്ന് മൂവി നൈറ്റാണ്. അപ്പോൾ ഇന്ന് ഏത് മൂവിയാണ് കാണണ്ടേന്ന് ചോദിച്ചപ്പോൾ അവന് സൂക്ഷ്മദർശിനി കാണണമെന്ന്. അപ്പോൾ എനിക്കും ഒരു മോഹം അങ്ങനെ ഇരുന്ന് കാണാമെന്ന്. അപ്പോൾ തിരിച്ച് വന്നിട്ട് അധിക നേരം കിച്ചണിൽ കുക്കിങ്ങുമായിട്ട് നിൽക്കാതിരിക്കാനായിട്ട് ഞാൻ ഈ അൽഫാമിൻ്റെ മസാലയും അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. അതൊന്ന് പുരട്ടി ഇപ്പോൾ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി സാധനങ്ങളൊക്കെ കുപ്പിയിലും ടിന്നിലും ഒക്കെ ആക്കി കഴിയുമ്പോഴത്തേക്ക് അത് അവനിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാം. ചപ്പാത്തിയും റെഡിയാക്കി എടുക്കാം. ഓരോ പീസ് വീതം എടുത്ത് ഞാൻ കഴുകി കേട്ടോ. അവിടെ ഇവിടെയായിട്ട് മറ്റേ ബ്ലഡ് ഇങ്ങനെ ക്ലോട്ടായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ആ സ്മെല്ലും അത് പോകുന്നില്ലായിരുന്നു. എന്നാലും എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നൊക്കെ മേടിക്കുമ്പോൾ അപ്പം തന്നെ ഇങ്ങനെ കൊണ്ടുവരുന്നതല്ലേ, അതുകൊണ്ട് അത്ര സ്മെല്ലില്ല. ഇത് കറക്റ്റ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന അത്ര ഏരിയയിൽ കോഴിക്കടയുടെ മണം തന്നെയാണ്. കുറച്ച് പീസുകൾ ഞാൻ ഒരു ദിവസം കറി വെക്കാമെന്ന് കരുതിയിട്ട് എടുത്ത് വെച്ചിരുന്നു. ഡോൾബി പീസുകൾ, അതായത് ഈ എല്ലും കഴുത്തും അങ്ങനെയൊക്കെ വരുന്നത്. അത് ഗ്രില്ല് ചെയ്താലും അതിൻ്റെ അകത്തുനിന്ന് ചവയ്ക്കാനൊന്നും കിട്ടത്തില്ല. പിന്നെ ചില്ലി ചിക്കൻ്റെ അകത്തും ഇടാൻ പറ്റത്തില്ല. അത് കട്ട് ചെയ്താലും മൊത്തം ഈ കൂർത്തിരിക്കും എല്ലൊക്കെ വരുന്നതുകൊണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ പീസുകൾ ഞാൻ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ബോക്സിലാക്കി ചില്ലി ചിക്കൻ ഉള്ളത് മാറ്റി. എന്നിട്ട് ഇപ്പോൾ ഗ്രില്ല് ചെയ്യാനായിട്ട് ഇത്രയും പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ പീസസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വരകളിട്ടാലല്ലേ അതിൻ്റെ അകത്ത് മസാലയൊക്കെ പിടിക്കത്തുള്ളൂ. പിന്നെ പെട്ടെന്ന് ഗ്രില്ലായി വരണമെങ്കിലും ആ വരകളൊക്കെ കിടക്കണം. അങ്ങനെ ആ 2 വലിയ പീസിലും അത്യാവശ്യത്തിന് വരകളൊക്കെ ഇട്ടു. ബാക്കിയുള്ള പീസ് ആ 3 എണ്ണം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കുക്കുവിനായിട്ടാണ് കേട്ടോ. അവനങ്ങനെ അത്ര വലിയ ലെഗ് ഫാനൊന്നുമല്ല. അപ്പോൾ 2 കാലും ഞങ്ങൾക്ക് 2 പേർക്കും. പിന്നെ അവനായിട്ടുള്ള പീസസ്, അവൻ ഈ ചിറകിൻ്റെ വശം വരുന്ന കൈയുടെ ആ ഒരു പാർട്ടൊക്കെ അവന് നല്ല ഇഷ്ടമാണ്. ആ 2 പീസസും വേറൊരു ചെറിയ പീസും കൂടെ അവനായിട്ട് എടുത്തു.
കഴുകാനായിട്ട് ഇപ്പോൾ ഈ സിസേഴ്സും ചോപ്പിംഗ് ബോർഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം കഴുകി മാറ്റിയിട്ട് ദേ ചിക്കൻ ഒരു ബൗളിലേക്കാക്കി അതിലോട്ട് നമ്മുടെ അൽഫാം മസാല ഇട്ട് കൊടുത്തു. ഞാൻ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് മസാലയിൽ തന്നെ ഉപ്പുണ്ട്, അതുകൊണ്ട് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് സൺഫ്ലവർ ഓയിലും ഇട്ടു. നിറം എനിക്ക് അങ്ങോട്ട് ബോധിച്ചില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് പുരട്ടി വെച്ചു. പാക്കറ്റിൽ മിനിമം 20 മിനിറ്റ്സ് എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണം എന്നായിരുന്നു. തൽക്കാലം നമുക്ക് പറ്റുന്നത്രയും നേരം മാരിനേറ്റ് ചെയ്തിരിക്കട്ടെ. ഇത് കഴിച്ചപ്പോൾ പക്ഷേ എനിക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ എരിവൊക്കെ വേണമെന്ന് തോന്നിയായിരുന്നു കേട്ടോ. എല്ലാം അതിലുണ്ടെന്നുള്ളത് എഴുതി കിടന്നതുകൊണ്ടാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചേർക്കായിരുന്നത്. പക്ഷേ ഇനി നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ എരിവും ഇഞ്ചിയും വെളുത്തുള്ളിയും പെപ്പറും ഒക്കെ ചേർക്കും. എരിവ് കുറവായിരുന്നു ആ മസാലയ്ക്ക്, നന്നേ കുറവായിരുന്നു. പിന്നെ നമ്മൾ മേടിച്ച ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ ദേ പിറക്കി വെച്ചു. ഇനി ഇവിടുന്ന് വേണം ഓരോന്നും ഓരോരോ ടിന്നിലോട്ടൊക്കെ ആക്കാനായിട്ട്. ആ ഗ്ലാസ്സിലേക്ക് ഞാൻ ഇട്ടത് 2 ടിക് ടാക്ക് ആണ് കേട്ടോ. ഇപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ 2 പേരും കൂടെ അതിൻ്റെ പേരിൽ പിന്നെ അടിയാവും. 2 നിറത്തിലുള്ളതാണ് കിട്ടിയത്. അത് തൽക്കാലം അവിടെ ഇരിക്കട്ടെ, പിന്നെ എപ്പോഴെങ്കിലും കൊടുക്കാം. ആ വൈറ്റ് ഡോട്ടുള്ള 2 ബോട്ടിൽ ഞാൻ എനിക്കായിട്ട് മേടിച്ചതാണ്. ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ള ചോക്ലേറ്റ് സിറപ്പും ചോക്ലേറ്റ് സ്പ്രെഡും പിന്നെ എഗ്ഗ്, തൈര്, ചോളം അതെല്ലാം കൂടെ ഞാൻ ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവച്ചു. ബനാന നമ്മുടെ ബാസ്ക്കറ്റിലേക്കും ഇട്ട് വെച്ചു. മിസ്സിന് കൊടുക്കാനായിട്ട് വാങ്ങിച്ചത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. അത് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഈ വീഡിയോ മുന്നേ എങ്ങാനും ഇടേണ്ടി വന്നാലും മിസ് അത് കാണില്ലേന്ന്. അങ്ങനെയാണ് കാണിക്കാതിരുന്നത്. പക്ഷെ ഇപ്പോൾ സാധനം കൊടുത്തും പോയി. അത്യാവശ്യം വലിപ്പമുള്ളൊരു ട്രേയിൽ 4 ബോട്ടിൽ വെക്കാൻ പറ്റുന്ന രീതിയിലൊരു സാധനമായിരുന്നു ഞാൻ മേടിച്ചത്. മിസ് എപ്പോഴും ഉപ്പിലിട്ടതൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് അങ്ങനെ ഉപ്പിലിട്ടതും അച്ചാറും അങ്ങനെ എന്തെങ്കിലുമൊക്കെ 4 ഐറ്റം വെക്കാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക് ആണ്. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് ഞാൻ മേടിച്ചത്. കുക്കു സാറിൻ്റെ ചോക്കോസും കോൺഫ്ലെക്സും ഒക്കെ തീർന്നിരിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ കൈമാരി, അങ്ങനെ അത് 3ഉം ദേ ബോട്ടിലേക്ക് ആക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് കുപ്പിയിൽ ഒഴിച്ചു വെച്ചു. അമ്മ പിരിവ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ആ കവർ കുറച്ച് നേരം അങ്ങനെ തലകുത്തി വെച്ചില്ലെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് പറയാം എൻ്റെ തൊള്ള എണ്ണയില്ല ഞാൻ കളഞ്ഞു വന്ന്. അതുകൊണ്ട് കുറച്ച് നേരം ഓയിൽ അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഓട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓട്സിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് ഈ സേമിയ. അതുകൊണ്ട് അത് ഞാൻ തൽക്കാലം സ്നാക്സ് ബോക്സിലേക്ക് ആക്കി വെച്ചു. പാൽപ്പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മുടെ കോഫി മേറ്റിൻ്റെ കുപ്പിയിലേക്കാക്കി. കുപ്പിയിലേക്ക് ഇനിയിപ്പോൾ ആ കവർ യൂസ് ചെയ്ത് വരേണ്ട ഓയിലൊക്കെ എത്തിയിട്ടുണ്ടാവും. കുപ്പി അങ്ങോട്ട് മാറ്റി വെച്ചു. ഈ 2 ബോട്ടിൽ ഞാൻ മേടിച്ചതേ, ഞാൻ കുറച്ച് കാന്താരി മുളക് വിനാഗിരി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് വയ്ക്കണം. കുറച്ച് മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം നമ്മളിങ്ങനെ എടുത്തിങ്ങനെ വറ്റിച്ച് വെച്ചാൽ അത് അധികം പൂപ്പൽ നിൽക്കത്തില്ല കേട്ടോ. അതിൻ്റെ അകത്ത് എൻ്റെ കയ്യിൽ ഇത്തിരി തിന്നായിട്ടുള്ളൊരു വൈറ്റ് ട്രേയും കൂടി ഇരിപ്പുണ്ട്. ആ ട്രേയിലേക്ക് ഇത് 2ഉം എടുത്ത് വെക്കാം. കടയിലിരുന്നപ്പോഴേ ഞാനിത് മനസ്സിലിങ്ങനെ കണ്ടിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്കത് ടേബിളിൽ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. അതാകുമ്പോൾ എനിക്ക് ചോറ് കഴിക്കാൻ നേരത്തെ ആവശ്യം പോലെയൊക്കെ എടുത്ത് കഴിക്കാമല്ലോ. 8:30 സമയം. അപ്പോൾ ഇനിയിപ്പോൾ ഗ്രില്ല് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മൂവി നൈറ്റും പരിപാടിയൊക്കെ പിന്നെ അങ്ങ് നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ അവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കനൊക്കെ നിരത്തി വെച്ചു. കുഞ്ഞ് പീസസ് ആയതുകൊണ്ട് ഇതൊരു 40 to 45 മിനിറ്റ്സ് മതി. ഇതിനി അവനിലേക്ക് വെച്ച് ഗ്രിൽ മോഡ് ഓൺ ചെയ്ത് 45 മിനിറ്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അവനിൽ ഗ്രില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ അന്ന് കമൻറ്റിൽ ചോദിച്ചില്ലേ. ഓരോ അവൻ്റെ മേളിലും ഒരു സ്റ്റിക്കറിൽ അത് എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവും കേട്ടോ, അതിൻ്റെ ഒരു കോഡും നമ്പറും ഒക്കെ. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നത് തന്നെ ആവണം എന്നില്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനത്തിലും ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അന്നും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാതിരുന്നത്. അപ്പോൾ അത് അവിടെ ഇരുന്നാവുന്ന സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തിയും കൂടെ അങ്ങ് ചെയ്തെടുക്കാം. ഞാൻ എണ്ണ തൊടാതെ ഫുൽക്ക പോലാണ് ചെയ്തെടുക്കുന്നത്. ഇതാണ് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കേട്ടോ. മാക്സിമം ഓയിൽ എവിടെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ അവിടെയൊക്കെ കുറയ്ക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഫുൽക്ക ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് തീരെ ഓയിലും വേണ്ട. ഇപ്പോൾ താഴെ പോയേനെ. ഇത് ഡിസ്കോ കളിക്കുന്ന ഒരു ചപ്പാത്തി അവിടെ കിടന്നിട്ട് ഞാനത് ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്ക്. ഞാൻ ദോശ ഉണ്ടാക്കാൻ എടുക്കുന്ന തവ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് എടുക്കാറില്ല. അത് ഇൻഡക്ഷൻ്റെതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലിങ്ക് ഉണ്ടെങ്കിലും ഇല്ല എങ്കിലും നിങ്ങൾ ദോശ ചെയ്യുന്ന തവയിൽ ചപ്പാത്തി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ചപ്പാത്തിക്ക് നല്ല തീ വേണം. അതിങ്ങനെ മുരിയാതെ ഇരിക്കുന്ന കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി തീ അങ്ങ് കൂട്ടി കൊടുക്കും. ദോശ തവയുടെ നടുക്കുന്ന് ഇങ്ങനെ പൊങ്ങി വരും. 2 സൈഡിലോട്ടും താഴ്ന്നും പോവും. പിന്നെ ദോശമാവ് ഒഴിക്കുമ്പോഴത്തേക്ക് നടുക്കുന്ന സൈഡിലോട്ട് മാവിങ്ങനെ ഒഴുകി പോകുന്നതും കാണാം. 2 തവ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. 3 ചപ്പാത്തി എനിക്ക്, 3 ചപ്പാത്തി ആലന്, 2 ചപ്പാത്തി കുക്കുവിന്. അത്രയും ആയപ്പോഴത്തേക്ക് ഞാൻ ചപ്പാത്തി ചൂടലങ്ങ് നിർത്തി. കുക്കുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു തണുത്ത സോഡ മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ലൈം സോഡ ഉണ്ടാക്കാനായിട്ട്. ഒരു ബോട്ടിലെടുത്ത് അതിലേക്ക് നമ്മുടെ ലെമണിൻ്റെ ടാങ്ക് ആഡ് ചെയ്തിട്ട് പതുക്കെ സോഡ ഒഴിച്ചു കൊടുത്തു. കുക്കു സാറി മതിൽ ചാടി ഈ സാധനം കൊണ്ടുവരുന്നുണ്ട്. നല്ല രീതിയിൽ അതിങ്ങനെ പൊങ്ങി വരും. അപ്പോൾ പതുക്കെ വേണം ഒഴിച്ച് സെറ്റ് ചെയ്യാനായിട്ട്. BBQവും ഗ്രില്ലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് നല്ല ദാഹമൊക്കെ വരത്തില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ദിവസം ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. എൻ്റെ വണ്ണം കൂടുന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എനിക്കും അറിയാം വണ്ണം കൂടുന്നുണ്ടെന്ന്.
ഞാൻ പിന്നെ വിചാരിക്കുന്നത് ജൂണിൽ സ്കൂൾ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കണക്ക് എനിക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ അങ്ങനെ കഴിക്കത്തില്ല. പിന്നെ കണ്ടിന്യൂസ്ലി ഞാൻ ആയിരിക്കും, ഓട്ടോമാറ്റിക്കലി മെലിയും. ഇനി അക്കാഡമിക് ഇയറിലാണ് ഞാൻ മെലിയുന്നത്, വെക്കേഷനാണ് ഞാൻ വണ്ണം വെക്കുന്നത്. എനിക്കും കുക്കൂനും കഴിക്കാനായിട്ടുള്ളത് ഞാൻ അങ്ങ് എടുത്തു കേട്ടോ. ആലൻ എത്തിയിട്ടില്ല, ക്യാരംസ് കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ മൂവിയൊക്കെ ഇട്ട് കഴിക്കാൻ തുടങ്ങി. ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നതെടുത്ത് അമ്മ നിലൂനും കൊടുത്ത് ബാക്കി അമ്മയും കഴിച്ചു. കിടക്കാനായിട്ടുള്ള പുറപ്പാടായിരുന്നു. ഗേറ്റിൻ്റെ അവിടെ ആലൻ വരുന്നതിൻ്റെ സൗണ്ട് കേട്ടപ്പോഴേ അവൻ അങ്ങോട്ടേക്ക് ഓടി കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നേരം അപ്പനും മോനും കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് കിടക്കും. ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് ആലനുള്ള ഫുഡും കൊടുത്ത് ഞങ്ങൾ ബാക്കി മൂവി കാണും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.